ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പകുതി നിന്നാണ് വീഡിയോ എടുത്തത്. ആദ്യം നമ്മൾ ഒരു ടോപ്പിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ടോപ്പ് റാമൻ കറി നിറഞ്ഞിട്ടുള്ള ഒരു ന്യൂഡിൽസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പം അത് ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ അതിൽ വെയിറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം അതിലങ്ങനെ ഇത് ഇരിക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് പൊടിയൊന്ന് പൊട്ടിച്ചിടാം. അപ്പം ഞാൻ ആദ്യം പൊട്ടിക്കുന്ന ഇതിപ്പോൾ നമ്മൾ 3 വാങ്ങിച്ചിട്ട്, അപ്പോൾ നമുക്ക് 3 പൊടി കിട്ടിനി. അപ്പോൾ അതിൽ നമ്മൾ ഇടുന്ന ഒന്നാമത്തെ പൊടിയായിരുന്നു. അപ്പം അത് നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിട്ട ശേഷം ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇടാം. എന്താ വെച്ചാൽ മൂന്നാമത്തെ ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ നല്ല രീതിയിൽ മിക്സ് ആക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ഇപ്പോഴാണ് ഇട്ടത്. അപ്പോൾ രണ്ടാമത്തത് നമ്മൾ ഇട്ടു. എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ഇടുമ്പോൾ കുറച്ച് വെയിറ്റ് ആക്കാം കേട്ടോ. മൂന്നാമത്തത് കുറച്ച് സമയം കഴിഞ്ഞിട്ടിടാം. എന്താ വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ ലാസ്റ്റ് മൊമെൻറ്റിന് ഇടുമ്പം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഉപ്പ് കുറച്ച് ഇങ്ങനെ സാൾട്ട് കുറവുണ്ടായാൽ ഇത്തിരി സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്ര ന്യൂഡിൽസ് എടുത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയില്ലെങ്കിൽ ഇടാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സാൾട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് മൂന്നാമത്തെ പൊടി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ പൊടി. ഇത് നല്ല ഒരു പൊടിയെന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലിടുന്നുണ്ട്, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടും. അല്ല പകുതി ഇട്ടാൽ അങ്ങനെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൊത്തം ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ആർക്കെങ്കിലും ഇങ്ങനത്തെ ന്യൂഡിൽസ് സിസ്റ്റം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതാകുമ്പം നമുക്ക് വെള്ളം ഉണ്ടായാലും പ്രശ്നമില്ല കേട്ടോ. നല്ലൊരു സൂപ്പ് കുടിക്കുന്നൊരു ടേസ്റ്റ് കിട്ടും. അപ്പം അപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനൊന്നിച്ച് കോമ്പിനേഷന് ആർക്കെല്ലാം ബൂസ്റ്റ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ പാല് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ബൂസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബൂസ്റ്റ്. അപ്പം ആ പാല് തെളിച്ചു, അതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പം ഞാനൊരു പാക്കറ്റ് ഫുള്ള് ഇടുന്നുണ്ട്. ഞാൻ പഞ്ചസാര മുന്നേ ഇട്ടു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഫുള്ള് ഇത് പൊടി ഇട്ടും. എന്നിട്ട് ഇത് ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു ബൂസ്റ്റ് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടിപ്പോൾ 4 ആൾക്കാരുണ്ട്. 4 പ്ലേറ്റെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചു. അടുത്തത് നമുക്ക് ഈ ന്യൂഡിൽസ് എല്ലാം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടുക്ക് ബൂസ്റ്റ് ഇങ്ങനെ തെളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ മിക്സ് ആക്കിയിട്ടെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്.
നമ്മ ഇതിനുള്ള ഡൈനിങ്ങിൽ എടുത്തോണ്ട് പോയപ്പോൾ രണ്ടാളും ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനും മാളും കൂടി ടേസ്റ്റ് നോക്കി. അപ്പം അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം എന്നിട്ട് ഓള് കഴിച്ചു. അപ്പോഴേക്ക് ഞാനങ്ങനെ 2 കൊറിയർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തതും വന്നു. അത് എന്തെന്ന് വെച്ചാൽ അത് അൺബോക്സിങ് വീഡിയോയിൽ ഇടയ്ക്ക് തന്നെ നമുക്ക് ന്യൂഡിൽസ് ഓരോ പ്ലേറ്റിൽ വിളമ്പിയിടാം. അത് നോക്കി അടിപൊളി ന്യൂഡിൽസ് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ. ഇനി നമ്മൾ തിന്ന് നോക്കാം. നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടായി, ഇനി അടുത്ത പ്ലേറ്റിൽ നമുക്ക് ഇടാം. ഇപ്പം 3 പ്ലേറ്റിലും ഇട്ടിട്ടായി, ഇനി 4ാമത്തേൽ അവസാനമായിട്ട് ഇടാൻ പോകുന്നു.